Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ഓൾറെഡി ഇൻകം ടാക്സ് ആൻഡ് GST ആ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് സിയില് 4 SI ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾ ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടും ഒരൊറ്റ ചോദ്യം കോർപ്പറേറ്റ് ഗവേണൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കണ്ടുവരാറ്. സോ ഓഡിറ്റിങ്ങിൽ നമ്മളെപ്പോഴും കണ്ടുവരുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ സജസ്റ്റ് ചെയ്യാനുള്ളത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ടു ബി പൊസസ്ഡ് ബൈ ആൻ ഓഡിറ്റർ. പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് റിക്വയർഡ് അല്ലെങ്കിൽ ടു ബി possessed by an auditor. ഇതാണ് ആദ്യത്തെ സജഷൻ. ദെൻ നെക്സ്റ്റ്, മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. ഇതൊക്കെ പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്, കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. ചില സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ മാത്രം എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 2 ഉപകാരമാണ്. ഒന്നുകിൽ SIക്ക് ചോദിക്കും, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും 1 or 2 എടുത്തിട്ട് നമുക്ക് 2 മാർക്ക് ചോദ്യമായിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിനോ പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. മിക്ക പേപ്പറിലും വരാറുള്ള ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് റൈറ്റ്സ് and liabilities of an auditor. ഓക്കെ, നിർബന്ധമായും പഠിക്കണം. ഈ 3 ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി നെക്സ്റ്റ് 1-2 സജഷൻസും കൂടി നൽകാനുള്ളത് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് വരാറുള്ളതാണ്. പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്, അതുപോലെ തന്നെ പ്രിലിമിനറി സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഓഡിറ്റിന്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വരാറുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് പ്രിലിമിനറി സ്റ്റെപ്സ് an auditor take before the commencement of a new audit. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. അപ്പോൾ ഒന്നുകിൽ പ്രൊസീജിയറോ അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ കണ്ടുവരാറുണ്ട്. ഇനി നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത് വൗച്ചിങ് ആണ്. വൗച്ചിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വൗച്ചിങ്, അതിൻ്റെ പ്രോസസ്സ് എടുത്ത് ചോദിക്കാറുണ്ട്. അത് ഏതായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുള്ള ഒരുപാടുണ്ട്. ഇപ്പോൾ വലിയൊരു ടോപ്പിക്കാണ് വൗച്ചിങ്. അപ്പോൾ അതിന് തന്നെ വൗച്ചിങ് എന്താണെന്ന് പഠിക്കുക. വൗച്ചിങ് എന്താണ്, അതുപോലെ തന്നെ അതിലെ പ്രോസസ്സ് ഓഫ് വൗച്ചിങ് എന്തിനെ റിലേറ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ. ഇപ്പോൾ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളതാണ് ദ റിസീപ്റ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാവാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വൗച്ചിങ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കാറ്. ഒന്നെങ്കിൽ ദ റിസീപ്റ്റ്
സൈഡ് ഓഫ് എ ക്യാഷ് ബുക്ക്. ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ ക്യാഷ് ബുക്ക് എൻ്റെ റിസീപ്റ്റ് സൈഡ് ആവാം, പേയ്മെൻറ്റ് സൈഡ് ആവാം, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് എന്താണ് വൗച്ചിങ് എന്താണെന്ന് നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് വൗച്ചിങ് ദ റിസീപ്റ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായിരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യത്തെ 4 ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഓഡിറ്റിങ്ങിൻ്റെ പോർഷനിൽ നിന്നും. ഇനി നമുക്ക് നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസിൽ 3 ടോപ്പിക്സ് ഉണ്ട്. അത് മാറി മാറി വരും. ഏതായിരിക്കും 100% പറയാൻ സാധിക്കില്ല. ഇതാണ് മാറി മാറി ഇടാറ്. ഒരെണ്ണം തിയറീസ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് പഠിക്കുക. തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് അതാവാം, അല്ലെങ്കിൽ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആവാം. മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഒന്നെങ്കിൽ അതാവാം. പിന്നെ കമ്മിറ്റീസ് ഉണ്ട്, വാരിയസ് കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇന്ത്യ ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, അതും വരാറുണ്ട്. പിന്നെ ഫെയിലിയർ 5 മാർക്കിനാണ് കണ്ടുവരാറ്. ഈ ഇത്ര ടോപ്പിക്കുകളിൽ നിന്നാണ് മാറി മാറി വരാറ്. പിന്നെന്താണ് ഞാൻ പറഞ്ഞ വാരിയസ് കമ്മിറ്റീസ് ആണ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. വാരിയസ് കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇന്ത്യ, constituted in India on corporate governance, on corporate governance. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രതീക്ഷിക്കുന്നത്. ഫെയിലിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സിനെ പറ്റിയുള്ള ചോദ്യം കൂടുതൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് വരാറ്. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫെയിലിയർ, സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെയാണ് എടുത്ത് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എസ് എ പാർട്ടിൽ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് വേറെ സജഷൻസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ ലഭിക്കും. 2 കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ട ചോദ്യങ്ങളെന്ന്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഹൈ മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 3-4 ചോദ്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ കിട്ടും. കാരണം 3 ചോദ്യങ്ങൾ ഓഡിറ്റിങ്ങിൽ നിന്നും, ഒരെണ്ണം കോർപ്പറേറ്റ് ഗവേണൻസാണ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 3 എണ്ണമാണ് സാധാരണ കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് അവർ മാറി മാറി ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഉണ്ട്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡ്യൂട്ടീസ് റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്, അതുപോലെ തന്നെ പ്രിലിമിനറി സ്റ്റെപ്സ് എൻ ഓഡിറ്റർ എടുക്കേണ്ടത്, അതിനെ പറ്റിയിട്ട് പുതിയ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പിന്നെ വൗച്ചിങ് ആണ് പിന്നെ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിലെ ഈ 3 കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.